ജർമ്മനിയിൽ നഴ്സിംഗ് ജോലി സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഇപ്പോൾ 250 ജോബ് വേക്കൻസി ജർമ്മനിയിലേക്ക് നോർക്ക റൂട്ട്സും അതോടൊപ്പം തന്നെ നമ്മുടെ ജർമ്മൻ ഫെഡറേഷൻ എംപ്ലോയ്മെന്റ് പ്ലേസ്മെന്റ് ഏജൻസിയുമായി ചേർന്ന് ജിറ്റ്സ് എന്ന ഒരു പ്രോഗ്രാം, അതിൽ ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ നേഴ്സുമാരെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നെസ്റ്റി ചാനലിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അതിൻ്റെ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് ഞാൻ പറയാം. ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കോമൺ സർവീസ് സെൻറ്റർ വഴി നമ്മൾ 2-3 വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. കുറച്ച് ദിവസമേ ഉള്ളൂ, 14-ാം തീയതി 20-ാം തീയതി മറ്റോ വരെ ഉള്ളൂ അതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ സബ്സിക്വൻറ്റ് ഇൻ്റർവ്യൂവും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ ഇതിൻ്റെ യോഗ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് GNM കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക്കിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. GNM പാസ്സായവർക്ക് 3 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. അപേക്ഷകൾ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ക്ലിനിക്കൽ മേഖലകളിൽ സജീവമായി ജോലി ചെയ്യുന്നവരായിരിക്കണം. ജോലിയിൽ നിന്നുള്ള ഇടവേള അഥവാ കരിയർ ഗ്യാപ്പ് 1 വർഷത്തിൽ കൂടാൻ പാടില്ല എന്നതും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് ICU അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഏജ് ലിമിറ്റ് ഉണ്ട്. കെയർ, ജനററ്റിക്, ഓങ്കോളജി, ന്യൂറോളജി, സർജിക്കൽ വിഭാഗം, വാർഡുകളിൽ എന്നീ വിഭാഗങ്ങളിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നുവെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വയോജന പരിപാലനത്തിൽ എൽഡർലി കെയർ, അതിൽ താല്പര്യമുള്ളവർക്ക് ഹോം കെയറിലോ നഴ്സിംഗ് ഹോമിലോ ഉള്ള ഇൻ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് പരിഗണിക്കുന്നതാണ്. എന്നാൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, PICU, NICU, പീഡിയാട്രിക്, കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്നീ മേഖലകളിൽ മാത്രം പരിചയമുള്ളവരെ ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നതല്ല. 2026 മെയ് 36 വയസ്സ് കവിയാത്തവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപേക്ഷിക്കുമ്പോൾ ജർമ്മൻ ഭാഷ അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല. പ്രാഥമിക ഇൻ്റർവ്യൂവിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നോർക്കയുടെ നേതൃത്വത്തിൽ ജർമ്മൻ ഭാഷാ പരിശീലനം നൽകും. 6 മാസത്തിനുള്ളിൽ A2 ലെവൽ പരീക്ഷയിൽ 70% മാർക്ക് നേടുന്നവരെ പ്രോഗ്രാമിലേക്ക് ഔദ്യോഗികമായി ഉൾപ്പെടുത്തും. ഇതിനുശേഷം B1 ലെവൽ പരിശീലനവും എംപ്ലോയർ മാച്ചിങ്ങും നടക്കും. B1 പരീക്ഷ എഴുതുന്നവർക്ക് കോഴ്സ് ഫീസിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുള്ള വിമാന ടിക്കറ്റ് മുൻഗണനയോടൊപ്പം എല്ലാ ചിലവുകളും വഹിക്കുന്നതാണ്. ഏപ്രിൽ 22, 29 വരെ തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പണത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ കോമൺ സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ സംശയങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തന്നെ ഞങ്ങളെ ഇനി സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.